ഇവിടെ നടക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി DMKയുടെ പ്രചാരണ പരിപാടിയിൽ വന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. ഇവർ മല്ലികാർജ്ജുൻ ഖാർഗെയും ചിദംബരവും DMKയുടെ കനിമൊഴിയും പിന്നെ മക്കൾ നീതി മയ്യത്തിൻ്റെ കമലഹാസനും ഒക്കെ ചെന്ന് വളരെ പാടുപെട്ടിട്ടാണ് രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ചതെന്നാണല്ലോ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം മനസ്സിലാവുന്നുണ്ടോ ശ്യാമിലി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വായിച്ച രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇനി നമ്മളറിയാത്ത പല രാഷ്ട്രീയ ഉള്ളൊഴുക്കുകളും ഉണ്ടാകുമോ എന്ന സംശയം വല്ല DMK ഇനി വേറെ ഇവരെ വല്ല വിധത്തിൽ. പക്ഷേ അങ്ങനെ DMK ഏത് നിലക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും DMK കോൺഗ്രസിനെ കൂടെ നിർത്താനായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിയമസഭകളിലേക്ക് നടക്കുന്ന ഇടങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്വന്തം വിശാല ദേശീയ സഖ്യത്തിലെ ഘടകകക്ഷികളോട് അതിശക്തമായിട്ട് പോരാടേണ്ടുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബാധ്യതയില്ലാത്ത ഈ തമിഴ്നാട്ടിൽ DMKയോടൊപ്പം ചേർന്ന് നിന്ന ഈ പ്രചാരണ പരിപാടിക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം വരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ DMKയുടെ സഹായം ഇല്ലാതെ അങ്ങനെ ഒരു സ്ട്രാറ്റജി മനസ്സിലാകുന്നില്ല. അതായത് 2029 ഒരു സ്ട്രാറ്റജി സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കുറേ കൂടെ കൂടുതൽ ശക്തമായിട്ട് കൂടെ നിർത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നതായിരിക്കണ്ടേ കോൺഗ്രസിൻ്റേത്. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മാത്രം കാണുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ വിഷയമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ വരവിനെ കാണുന്നത്. ആം ആദ്മി പാർട്ടി നമ്മൾ അവർ ജയിലിലേക്ക് അഴിമതി ആരോപണം പോയിട്ട് ജയിലിലേക്ക് പഴയ ആം ആദ്മി പാർട്ടി അല്ല ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടി. കുറേ കൂടെ ശക്തി സംഭരിച്ച ധാർമ്മിക ശക്തി കൂടിയിട്ടുണ്ട് അവർക്ക്. കാരണം അവരെ ഇല്ലാത്ത ഒരു കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ കൊണ്ടുവന്നിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ ഈ നരേന്ദ്രമോദി സർക്കാർ എന്ന ഒരു നരേറ്റീവ് സ്വാഭാവികമായിട്ടും ആളുകളുടെ വിശ്വാസമായിട്ട് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ അവർക്ക് കുറച്ചുകൂടെ കരുത്ത്, ധാർമ്മികമായ കരുത്തും അതുവഴി കിട്ടുന്ന വോട്ട് കരുത്തും ഉണ്ടാകും എന്നവർ വിചാരിക്കുന്നുണ്ട്. ജനത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയേക്കും. അപ്പോൾ ആ ആം ആദ്മി പാർട്ടി എന്ന് വെച്ചാൽ പഴയതിനേക്കാൾ കരുത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ പഴയതിനേക്കാൾ കരുത്തുള്ള അരവിന്ദ് കെജ്രിവാൾ നേതാവ് DMKയ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടി വരികയാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യ മുന്നണിക്കകത്തൊരു ഞാനില്ല എന്ന് പറഞ്ഞ് നീങ്ങിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുകൂടെ ആലോചിക്കണം. എന്ന് വെച്ചാൽ മുന്നണിയോട് ഒരല്പം വിട്ടു നിന്ന ചരിത്രം നേരത്തെയുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സർവാധികാര സ്വഭാവമുള്ള അത് ജയിലിലേക്ക് പറഞ്ഞയച്ചും ബുദ്ധിമുട്ടിച്ച് കളയും എന്ന ഒരു തോന്നൽ അതിന് തെളിവായിട്ട് അദ്ദേഹത്തിന് തന്നെയുമുള്ള ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഈ പ്രതിപക്ഷ മുന്നണി ശക്തിപ്പെടണം എന്ന തോന്നൽ കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ DMKയുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്. പക്ഷേ ആ ഒരു ജാഗ്രത കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി കാണിക്കാത്തത് എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിമർശകരുടെ ഉള്ളിൽ മാത്രമല്ല പൊതുവിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്കും വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.